It's day number 2 of 21-day life-changing ട്രാൻസ്ഫോർമേഷൻ. സോ നമ്മൾ ഡേ നമ്പർ 1 എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ശിവശക്തി. വാട്ട് ഈസ് ദാറ്റ്? നമ്മുടെ ഉള്ളിലെ ഫെമിനൻ ആൻഡ് മാസ്കുലൻ എനർജി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ അത് കണക്ട് ചെയ്യണം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡേ നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഡേ നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പഴയ ഐഡൻറ്റിറ്റിയിൽ നിന്ന്, പഴയൊരു അവസ്ഥയിൽ നിന്ന് ഏറ്റവും മികച്ചൊരു അവസ്ഥയിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തു തുടങ്ങുക ഇന്നു മുതൽ. നിങ്ങൾ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളെ പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളെ പറ്റി പറയുന്നത്, നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളെ പറ്റി പറയുന്നത്. കം ഓൺ ഗൈസ്, ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഗ്രാബ് എ നോട്ട് പാഡ് ആൻഡ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള വോയിസും കൂടിയാണ്. പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് നിങ്ങളിവിടെ ഈ ഒരു സിറ്റുവേഷൻ റീഫ്രെയിം ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അഗൈൻ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ശിവശക്തിയാണ്. ഈ ഒരു 21-day ലൈഫ് ചേഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ശിവശക്തി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ മാസ്കുലിൻ ആൻഡ് ഫെമിനൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫെമിനൻ ആൻഡ് മാസ്കുലിൻ കണക്ട് ചെയ്ത് അത് റൈറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫെമിനൻ ആണ് എന്താ നമുക്ക് വേണ്ടത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് അല്ലേ. സോ നിങ്ങൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുക, അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നോട്ട് പാഡ് വേണ്ടത്. അവിടെ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? നിങ്ങൾ എന്താണ് ആക്ച്വലി നിങ്ങളിൽ ഉദ്ദേശിക്കുന്ന മാറ്റം, നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഒന്നും നല്ലതായിട്ട് നടക്കുന്നില്ല, എന്ത് ചെയ്യുന്ന സമയത്തും എനിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ 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 നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ. സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ്. നമുക്ക് വേണ്ടത് കൂടുതൽ റെപ്പിറ്റേഷൻ അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? സൊല്യൂഷനാണ് അല്ലേ. സോ നിങ്ങൾ വീണ്ടും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് വീണ്ടും അതുപോലെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നതിന് പകരം ആ ഒരു റെപ്പിറ്റേഷൻ, ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ പാടാൻ പേടിയാണ്. സോ നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലിൻ അവിടെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടത്? ആ ഒരു പേടി ഉണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരണം അല്ലെ. പേടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പേടിയാണ് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അല്ലെ. അവിടെ മാസ്കുലിൻ എടുക്കേണ്ട ആക്ഷൻ എന്താണ്? നിങ്ങളുടെ ആ ഒരു പേടി ഓവർകം ചെയ്യുന്ന ആക്ഷൻ എടുക്കണം. അതിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ പറയണം. ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ പോവാണ്, എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം, ഞാൻ ടാലന്റഡ് ആണ്. ആ വാക്കുകളാണ് നിങ്ങളുടെ മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത്.